ഹായ് ഫ്രണ്ട്സ്, എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു 2013 ഇയോൺ പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ അതിൽ CNG ഇൻസ്റ്റാൾ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ CNG ഇൻസ്റ്റാൾ ചെയ്ത വണ്ടിൻ്റെ CNGനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ കേട്ടോ. അതിലുള്ള പണികൾ എന്തൊക്കെ വരും, അങ്ങനെ പെർഫോമൻസ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 31,000 ആ ഒരു കിലോമീറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഈ വണ്ടിയുടെ CNG. ഇപ്പോൾ ഏകദേശം 84,000 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50,000 മേലെ കിലോമീറ്റർ ഓടിയ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഏകദേശം 58,000 or 56,000 രൂപേൻ്റെ അടുപ്പിച്ചായിട്ടുണ്ട് അന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ കിറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് CNGയുടെ സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് ഇതിലാണ് നമുക്ക് മാറ്റാൻ, പെട്രോളിലേക്ക് മാറാനും CNGയിലോട്ട് മാറ്റാനും ഓട്ടോമാറ്റിക്കലി മാറും. ഇപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നത് ഓറഞ്ച് ലൈറ്റ് മാത്രമാണ്. ആ മേലെയുള്ളത് ഫ്യൂവലാണ്, അതായത് പെട്രോളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വട്ടം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ CNGൻ്റെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും ലൈറ്റ്, അതാണ് അടിയിലെ ഗ്രീന്. പിന്നെ നമ്മളൊന്ന് വണ്ടി ഒന്ന് വീണ്ടും പ്രസ് ചെയ്താൽ വീണ്ടും മറ്റേ പെട്രോളോട്ട് തന്നെ മാറും. അപ്പോൾ CNG ഓഫാകും. നമ്മളിപ്പോൾ CNG കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി ഓട്ടോമാറ്റിക്കലി പെട്രോളിലേക്ക് മാറും. അല്ലെങ്കിൽ മാനുവലായിട്ട് കൈയും കൂടെ നമുക്ക് മാറ്റാൻ പറ്റും. വീണ്ടും പ്രസ് ചെയ്താൽ CNGയിലോട്ട് മാറാൻ പെട്ടെന്ന് CNGയിലോട്ട് മാറില്ല. CNGയിലോട്ട് മാറാൻ കുറച്ച് ടൈം എടുക്കുമ്പോൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്സിലേറ്ററിലൊന്ന് പ്രസ് ചെയ്യുക, കുറച്ചൊന്ന് വണ്ടി ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി CNGയിലോട്ട് മാറി. ഇപ്പോൾ CNGയിലോട്ട് മാറി, പെട്രോളിൻ്റെ ലൈറ്റ് കട്ടായി. പിന്നെ ഇപ്പുറത്തുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളത് എത്ര CNG ബാക്കിയുണ്ടെന്നുള്ളതാണ്. മൊത്തം 6 പോയിൻ്റ് വരും. അതിൽ ഏറ്റവും എൻഡ് ആകുമ്പോൾ റെഡ് ലൈറ്റാണ് കത്തുക. ബാക്കിയുള്ള 5 പോയിൻ്റ് വരുന്നുണ്ട്. അതിൽ 4 പോയിൻ്റ് ഗ്രീനും ഒരു പോയിൻ്റ് ലാസ്റ്റ് എത്തുമ്പോൾ റെഡ് ആയിരിക്കും കത്തുക. അപ്പോൾ ഇതാണ് CNG എത്ര ടാങ്കിലുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അതിൽ കാണുന്നത്. പിന്നെ ഈ വണ്ടിയിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് മാക്സിമം 9 കിലോളം കയറാൻ പറ്റുന്ന CNG ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടാങ്ക്. അപ്പോൾ ഏകദേശം ഒരു 25 to 30 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ. അതായത് ഇപ്പോൾ 85 രൂപ വിലയുണ്ട്. അപ്പോൾ 85 രൂപ റേറ്റിന് ആ ഒരു റേഞ്ച് നമുക്ക് AC-യിലൊക്കെ കിട്ടും. AC-യിലൊക്കെ എന്തായാലും ഒരു 24 താഴെ എന്തായാലും പോവില്ല, 100% ഉറപ്പാണ്. അപ്പോൾ ഇതാണ് CNGൻ്റെ ടാങ്ക് ബാക്കിൽ വരുന്നത്. ബാക്കിൽ പിന്നെ ഒരു സാധനം വയ്ക്കാൻ പറ്റില്ല. ബാക്കിൽ ഈ ടാങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ടയറടക്കം നമ്മൾ ഇങ്ങനെയാണ് വയ്ക്കുക. അപ്പോൾ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ലാണ്ടാവും. പിന്നെ ഡിക്കിയിൽ പിന്നെ കാര്യമായിട്ട് ഒരു സാധനം വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ CNG കയറ്റുമ്പോണ്ട്. പിന്നെ ബാക്ക് ഭയങ്കര ലോഡ് കൂടും വണ്ടിയിൽ. നല്ല വെയിറ്റുള്ള ടാങ്കാണ്. ഈ LPG പോലെയല്ല CNG, നല്ല വെയിറ്റുള്ള ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബാക്ക് ഒന്നിരിക്കും വണ്ടി. അത് നമുക്ക് സ്പേസറിട്ട് പൊക്കാനൊക്കെ പറ്റും. പിന്നെ ഇതാണ് കാണുന്നതാണ് CNG നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് പുള്ളി വെളിയിലേക്ക് എടുത്തിട്ട് ആ ഒരു CNGൻ്റെ ഇത് കണക്ട് ചെയ്തിട്ടാണ് CNG നമ്മൾ ഫില്ല് ചെയ്യുക. എനിക്ക് തോന്നുന്നത് empty ടാങ്കിൽ ഏകദേശം ഒരു 9 ലിറ്റർ 9 kg കയറില്ലെങ്കിലും ഒരു 8ൻ്റെ മേലൊക്കെ കയറും. പിന്നെ ഇതൊക്കെയാണ് CNGൻ്റെ യൂണിറ്റുകൾ, അതിൻ്റെ ECM പോലുള്ള കാര്യങ്ങൾ, അത് കൺട്രോൾ ചെയ്യണത് ഈ CNGൻ്റെ കിറ്റിൽ വരുന്ന സാധനങ്ങൾ, ഈ 3 സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇതിവിടെ നിന്നാണ് ഒരു CNGൻ്റെ ഒരു സീക്വൻഷ്യൽ കിറ്റാണ്, അതായത് ഇഞ്ചക്ടർ ടൈപ്പ് പോലെ തന്നെയാണ്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് ആ ഒരു CNGയുടെ ആ ഒരു സീക്വൻഷ്യൽ കിറ്റിൻ്റെ ഈ 4 വരും. ഈ വണ്ടി 3 സിലിണ്ടറാണ്. അപ്പോൾ 3 ഇഞ്ചക്ടറേ അതിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഒന്നും ബ്ലോക്ക് ചെയ്ത പോലെയാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ മാറിൻ്റെ കൂടെ എയർ ഫിൽറ്റർ നമ്മൾ ആദ്യം മാറണം. എയർ ഫിൽറ്റർ മാറണം. പിന്നെ ഈ 3 പ്ലഗ് വരും, 3 പ്ലഗും മാറണം. ഇതെല്ലാം ഒരു 6,000 അല്ലെങ്കിൽ 8,000 കിലോമീറ്ററിൽ ഇതെല്ലാം മാറണം. എന്തെന്ന് പറഞ്ഞാൽ CNG പെട്രോൾ പോലെ അത്ര സ്മൂത്തല്ല. അപ്പോൾ കുറച്ചൊരു പവർ ലോസും കാര്യങ്ങളും, കുറച്ചല്ല അത്യാവശ്യം പവർ ലോസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാടില്ല കേട്ടോ. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് എയർ ഫിൽറ്ററും പ്ലഗും എല്ലാം മാറി വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു പണിയും വരില്ല. പിന്നെ നമ്മൾ കിറ്റ് കയറ്റുമ്പോൾ നല്ല കിറ്റ് കയറ്റി, നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യാതിരിക്കുക. ഇതൊക്കെ നല്ല കിറ്റ് തന്നെ കയറ്റുക. നല്ല അറിയണം, അവിടെ പോയി നല്ല ഇതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിച്ച് ഏറ്റവും നന്നായിട്ട് എവിടെ ചെയ്യണം നോക്കി നല്ല കിറ്റ് ചെയ്യുക. ഇതിനൊന്നും ഒരു കുറഞ്ഞതിൽ കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാതെ നല്ല
ഇറ്റാലിയൻ കിറ്റൊക്കെ ചെയ്തതാണ്. അല്ല ഓട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ കിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 21 ഇൻസ്റ്റാൾ ചെയ്തു, 24 ഈ അടുത്ത ടാങ്കിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ, വണ്ടി നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്ലേറ്റിലുണ്ടാവും. ഈ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് CNG അടിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിത്തൗട്ട് പ്ലേറ്റ് നോ CNG എന്ന് പറഞ്ഞിട്ട്, നോ പ്ലേറ്റ് നോ CNG എന്നോ അങ്ങനെ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ് ഉണ്ടാവണം, പ്ലേറ്റിൽ ഡേറ്റ് ഉണ്ടാവണം, അതായത് വാലിഡ് ആണ്. ടാങ്ക് ഇത് 24 വരെ ഉണ്ട്, അപ്പോൾ 24 വരെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസൊക്കെയാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ പണി വരുന്നുണ്ടോ ചോദിച്ചാൽ അങ്ങനെ പണിയായിട്ട് CNG ഇതുവരെ ഞാൻ സർവീസൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ LPG ഒക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 50,000 കിലോമീറ്റർ ഓടി. പിന്നെ ഈ മൈലേജ് കൂടുതൽ കിട്ടും, അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ പവർ കുറയും. അതായത് നമ്മളൊരു 4 പേരും 5 പേരൊക്കെ ഇരുത്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുറച്ച് ഫീൽ ചെയ്യും. വണ്ടി കയറിപ്പോയതിനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പ്ലഗ് കാര്യങ്ങളൊക്കെ മാറാനും, അതായത് എല്ലാ ഓയിൽ ചേഞ്ചിനും 3 പ്ലഗും എയർ ഫിൽറ്ററും ഇതെല്ലാം മാറി കൊണ്ട് നടന്നാൽ മതി. അതൊന്നും അത്ര വലിയ കോസ്റ്റുള്ള കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പ്ലഗിനൊക്കെ ഒരു 100, 110, 120 ഒരു പ്ലഗിന് വരും. അപ്പോൾ 3 പ്ലഗ്. എയർ ഫിൽറ്ററിനൊക്കെ എനിക്ക് തോന്നുന്നു ഒറിജിനൽ അല്ലെങ്കിൽ ഒരു 200 രൂപേനകത്തൊക്കെ എയർ ഫിൽറ്റർ കിട്ടും. അപ്പോൾ പിന്നെ ഓയിൽ ഇപ്പോൾ 5W30 ആണ് നമ്മൾ ഓയിൽ ഒഴിക്കുക. അപ്പോൾ അത് 1200 അത്രയൊക്കെ കിട്ടും. എനിക്ക് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ എടുക്കുകയാണെങ്കിൽ 1000 രൂപ കിട്ടും തോന്നുന്നു. 2 ലിറ്റർ, മറ്റേ 2 ലിറ്റർ വരുന്നുണ്ട് എൻ്റെ അറിയില്ല. 2 ലിറ്റർ 3-4 ലിറ്റർ ആണ്, 2 ലിറ്റർ തന്നെ ഉള്ളൂ തോന്നുന്നു ഓയിൽ. അപ്പോൾ അത്രത്തോളം ചിലവുള്ളൂ, വലിയൊരു ചിലവുള്ള വണ്ടിയല്ല. അപ്പോൾ ഇയോൺ എന്നൊരു ഗുണം പറഞ്ഞാൽ ഇയോൺ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടും. ഇപ്പോൾ ഓൾട്ടോ പോലെയല്ല. ഇയോൺ നമുക്കൊരു 1.5 ലക്ഷത്തിനൊക്കെ നമുക്ക് വണ്ടി കിട്ടും, 1 ലക്ഷം താഴെ വണ്ടി കിട്ടും. അപ്പോൾ നല്ല വണ്ടി എടുത്ത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി എടുത്ത് ഒരു CNG കയറ്റുകയാണെങ്കിൽ നമുക്കൊരു 2 ലക്ഷം രൂപേനകത്തൊരു നല്ല മൈലേജുള്ള വണ്ടി, അത്യാവശ്യം ഒരു ബൈക്ക് ഓടിച്ച പോലെയൊക്കെ കൊണ്ട് നടക്കാം. പിന്നെ ഞാൻ ഇയോൺ യൂസ് ചെയ്തുകൊണ്ട് പറയാം, എനിക്ക് ഇതുവരെ ആയിട്ട് ഞാനിതിൽ ഓയിൽ സർവീസും പിന്നെ ബ്രേക്ക് പാഡ്സ് മാറ്റി, പിന്നെ 4 ടയർ മാറ്റി, അല്ലാതെ എനിക്ക് വേറെ ഒരു പണി എനിക്ക് വന്നിട്ടില്ല വണ്ടി. അപ്പോൾ അത്ര നല്ല വണ്ടിയാണത്. അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് ഓട്ടി നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. എനിക്ക് ബാക്കി സസ്പെൻഷൻ സൈഡൊക്കെ ശേഷം ഞാൻ എടുത്ത ശേഷം എന്തായാലും ചെയ്തിട്ടില്ല. എനിക്ക് 31,000 കിലോമീറ്റർ ആകുമ്പോൾ വണ്ടി കിട്ടിയതാണ്, ഞാൻ എടുത്തിട്ട് ചെയ്തതാണ് പിന്നെ. അപ്പോൾ എനിക്ക് അതുവരെ വലിയ പണികളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് കാണാം.